أبدا أفضل صلواتك على سيدنا محمد صلى الله عليه وسلم عبدك ونبيك ورسولك وعلى آله وصحبه وسلم تسليما كثيرا وزده تشريفا وتكريما وأنزله المقعد المقرب عندك يوم القيامة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അങ്ങേറ്റം ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ, താക്കീതുകൾ സ്വയം മനസ്സിൽ തോന്നി അത് ജീവിതത്തിൽ പകർത്തി സ്വന്തത്തെയും കുടുംബത്തെയും സംസ്കരിക്കുക, മുത്തഖിയായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മുത്തഖിയായി ജീവിക്കുവാൻ, നല്ലവരായി ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ മാനസിക പ്രയാസമുള്ളവർ, ആരോഗ്യ പ്രയാസമുള്ളവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ, പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് ഉപദേശിച്ചവർ, അള്ളാഹു എല്ലാവരെയും പ്രത്യേകം പരിഗണിക്കുകയും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുകയും സാമ്പത്തികമായും മാനസികമായുമുള്ള എല്ലാ പ്രയാസങ്ങൾ ദൂരീകരിച്ച് സ്വസ്ഥതയും സന്തോഷവും നൽകി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും സ്വർഗത്തിൽ ഇടവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എന്തിനാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? നമ്മൾ എവിടെ നിന്നാണ് വന്നത്? എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ജീവിക്കുന്ന ആളുകളെയൊക്കെ നമ്മളിങ്ങനെ എല്ലാവരും കാണുന്നുണ്ട്. നമുക്കിടയിൽ ജീവിച്ച ആളുകൾ തന്നെ മരിച്ചു പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് നിഷേധിക്കാൻ വയ്യല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതും നിഷേധിക്കും. ഇതിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ വളരെ ചെറുപ്പമുള്ള ആളുകൾ പെട്ടെന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നു. ചില ആളുകൾ പെട്ടെന്ന് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ തന്നെ അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ ജീവിക്കുന്ന സാഹചര്യമുണ്ട്. ധാരാളം കാഴ്ചകൾ നമ്മൾ കാണുന്നത് കൊണ്ട് അത്തരം ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതിന് ശേഷമുള്ള നമ്മുടെ ജീവിതം എന്താണ്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് പരലോകത്ത് സ്വർഗം മാത്രം കിട്ടിയാൽ മതിയോ? ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടോ?
അള്ളാഹു ഓരോ മനുഷ്യനെയും വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ലോകത്തേക്ക് പറഞ്ഞയക്കുന്നത്. ആ ലക്ഷ്യം നമുക്കറിയാമോ? നമ്മുടെ മനസ്സിൽ അങ്ങനെ വല്ല ധാരണയുമുണ്ടോ? അങ്ങനെ ചില ചോദ്യങ്ങളും അതിലേക്കുള്ള ചില സന്ദേശങ്ങളുമാണ് ഇന്നത്തെ ഖുത്ബയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഹിജറയെ സംബന്ധിച്ചുള്ള ആലോചനകൾ നമ്മുടെ മനസ്സിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അത്തരം ചില ചിന്തകൾ കൂടി പകർന്നു നൽകിക്കൊണ്ടാണ് മുഹറം മാസത്തെ യാത്രയക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്വർഗം നമ്മുടെ പരലോക ലക്ഷ്യം തന്നെയാണ്. ഹിജ്റയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു ദൗത്യം ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് ഇവിടെ സ്ഥാപിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൗത്യം എന്തെങ്കിലും, ഭാഷാപരമായി അഭയാർത്ഥി പാലായനം, അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിന്നും ആ നാട്ടിലുള്ള നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ മറ്റേതെങ്കിലും ഒരു നാട്ടിലേക്കുള്ള ദേശത്യാഗം, അതല്ലെങ്കിൽ അയാൾ നിൽക്കുന്ന സംഘടനയിൽ ആഭ്യന്തര ശൈഥില്യമോ, അതല്ലെങ്കിൽ ആദർശപരമായ വ്യതിചലനമോ, അതല്ലെങ്കിൽ നമുക്ക് നിന്നു പോകാൻ പറ്റാത്ത സാഹചര്യമോ ഉണ്ടാകുമ്പോൾ അതല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു വഴി തേടുക, വല്ല സിറിയയിലേക്കോ യമനിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലേക്കോ, അതല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും അവിടുത്തെ സാഹചര്യം യോജിക്കാതെ വരുമ്പോൾ മറ്റൊരു നാട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തിലേക്കോ മാറുക. അങ്ങനെ ഒക്കെ ഒരുപാട് ഹിജ്റകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ചെറിയ തോതിലെങ്കിലും നമ്മുടെ സമുദായത്തിൽ. അത്തരത്തിലൊരു ഹിജ്റയാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്? എന്താണ് പ്രവാചകന്റെ ഹിജ്റ? എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? പ്രവാചകൻ എന്തായാലും അല്ലാഹു തആല ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അല്ലാതെ നബി ഇങ്ങനെ സഹിക്കൂലല്ലോ, ഇങ്ങനെ സഹിക്കേണ്ടി വരൂലല്ലോ. ഇത്രയധികം വേദനയും പ്രയാസവും സഹിക്കേണ്ടി വരേണ്ട ആവശ്യം ഇല്ല. കൃത്യമായ ലക്ഷ്യം പ്രവാചകനുണ്ട്. ആ പ്രവാചകന് ഏൽപ്പിക്കപ്പെട്ടുള്ള ദൗത്യം നമുക്ക് വല്ല ദൗത്യവുമുണ്ടോ? നമ്മൾ ആ പണി വല്ലതും എടുക്കേണ്ടതുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു പണി എടുക്കേണ്ട ആളാണ് ഞാൻ എന്ന തോന്നൽ കുട്ടികളും കുടുംബവും കച്ചവടവും ബിസിനസ്സും ഇടപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മളത് നമ്മുടെ ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ പോരല്ലോ. നമ്മൾ നിയന്ത്രിക്കുന്ന നമ്മുടെ സ്വന്തം മക്കൾ, നമുക്ക് വലിയ പരാതിയുള്ള മക്കൾ, നമ്മൾ വിളിച്ചാൽ കിട്ടാത്തടുത്ത മക്കൾ, നമ്മൾ പറഞ്ഞതുപോലെ നിസ്കരിക്കാത്ത മക്കൾ, നമ്മൾ പറഞ്ഞതുപോലെ ദീനീപരമായി ജീവിക്കാൻ താല്പര്യപ്പെടാത്ത മക്കളെ എപ്പോഴെങ്കിലുമൊക്കെ മടിയിലിരുത്തി നമ്മൾ അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നിർബന്ധമായും ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നുബുവത്തിന്റെ തുടക്കത്തിൽ തന്നെ അന്ന് വരെ പ്രവാചകൻ അവർക്ക് അൽ അമീനാണ്, ജീവന്റെ ജീവനാണ്, കരളിന്റെ കഷ്ടമാണ്, എല്ലാ ആളുകൾക്കും എൻ്റെ സ്വന്തം കുടുംബക്കാരനാണ് പ്രവാചകൻ എന്ന് തോന്നുകയാണ്. അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ തുടക്കത്തിൽ ശത്രുക്കൾക്ക് ഭയങ്കര ബേജാറായി. ഇതെന്താ ഒരു പുതിയ സംഗതി? പ്രവാചകന്റെ പ്രബോധനം, പ്രവാചകന്റെ പ്രവർത്തനം, പ്രവാചകനായതിനു ശേഷം സഫാ മലയുടെ കുന്നിൽ കയറി ഉറക്ക വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ, ആ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അന്ന് വരെ നബിയോടുള്ള സമീപനത്തിലും പെരുമാറ്റത്തിലും അവര് നിലപാട് മാറ്റി. ഇതെന്തൊരു അത്ഭുതമാണ്! ഇത് വളരുന്നത് പ്രശ്നമാണല്ലോ. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ, നമ്മുടെ നിലപാടുകളെ, നമ്മുടെ പ്രമാണിത്തരത്തെ, നമ്മുടെ നാട്ടുരാജാക്കന്മാരെ പോലെയുള്ള നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും പൊളിച്ചെഴുതാൻ പ്രാപ്തമായ ഒരു പ്രഖ്യാപനമാണല്ലോ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നവർക്ക് തോന്നുകയാണ്. അതും സമ്പൂർണമായി സത്യസന്ധനായ ഒരാൾ, ആവശ്യമില്ലാത്ത വഴക്കുവക്കാണങ്ങളിൽ പങ്കെടുക്കാത്ത ഒരാൾ, നിരന്തരമായി കുടുംബബന്ധം പാലിക്കുന്ന ഒരാൾ, നന്നായി ജീവിക്കാൻ സാധിക്കുന്ന ഒരാൾ, ജീവിതത്തിന്റെ പെരുമാറ്റം കൊണ്ടും സമീപനം കൊണ്ടും സ്വന്തം പേരിന് പകരം അൽ അമീൻ എന്ന ആളുകൾ വിളിച്ചിട്ടുള്ളൊരു മനുഷ്യൻ, എതിരാളികൾ പോലും ബഹുമാനിക്കുന്ന സ്വഭാവ മഹിമ, അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു കർമ്മ പദ്ധതിയുമായി, അദ്ദേഹം അവിടെ സ്ഥാപിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആദർശവുമായി കടന്നു വരുന്നത് അവരെ അലോസരപ്പെടുത്തി. അവര് കുടുംബത്തിലെ മൂത്ത ആളോട്, മൂത്താപ്പാനോട്, പിതൃവിനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, കാര്യം നമ്മളൊക്കെ ഈ നാട്ടുകാരാണല്ലോ, മുഹമ്മദ് എന്തോ ഒരു പുതിയ കാര്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്, അവനുമായി ശത്രുത ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കും,
നിങ്ങളെന്നോനെ ഉപദേശിക്കണം. ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, നമ്മളൊക്കെ ഈ നാട്ടുകാരാണല്ലോ. ഇങ്ങനെ മുന്നോട്ട് പോയി നമുക്കത് വലിയ ക്ഷീണമുണ്ടാക്കും. നബിയെ വിളിപ്പിച്ചു എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ. മൂത്താപ്പാന്റെ കുട്ടീനെ കുറിച്ചൊരു പരാതി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. എന്താണിത്? എന്തായിരിക്കും കുട്ടിനെ വിളിച്ചിട്ട് മൂത്താപ്പ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ഏതൊരു കുട്ടിക്കും അറിയും. വളരെ ശാന്തനായി തൻ്റെ മൂത്താപ്പ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇരുന്ന് ആദരവോടെ കേട്ട് മനസ്സിലാക്കിയ ശേഷം മൂത്താപ്പനോട് പറഞ്ഞ 2 കാര്യങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസക്തമാണ്. അതിലൊന്നാമത്തെ കാര്യം, മൂത്താപ്പ, എൻ്റെ വലത് കയ്യിൽ സൂര്യനും ഇടത് കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാലും ഒരു മനുഷ്യ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം എൻ്റെ കയ്യിലേക്ക് പകർന്നു തന്നാലും പ്രബോധനത്തിൽ നിന്ന് പിന്മാറാൻ എനിക്ക് കഴിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്താണ് അവരോട് പറഞ്ഞത്? ഞാൻ എന്താണ് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ പോക്ക് ശരിയല്ല, ഞാൻ നന്നാവണം എന്നൊക്കെ എളാപ്പ പറഞ്ഞല്ലോ. ഞാൻ എന്താണ് അവരോട് പറഞ്ഞത്? ഉരീദു ബിഹിൽ കലിമ കലിമത്തുൻ വാഹിദ ഇദാ ഖുൽതുമുഹാ തദീനു ലകുമുൽ അറബ വയുഅദ്ദി ലഹുമുൽ അജമ വൽ ജിസിയ. ഞാൻ അവരോട് പറഞ്ഞത് ഒരൊറ്റ വാചകമാണ്, ഒരൊറ്റ കലിമയാണ്. ആ കലിമ എങ്ങാനും അവരേറ്റെടുത്താൽ, അവരെന്നല്ല ലോകത്ത് ആരേറ്റെടുത്താലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവർക്ക് കീഴ്പ്പെടും. മുഴുവൻ മനുഷ്യരും അവർക്ക് കീഴ്പ്പെടും. അറബികളും അനറബികളും കീഴ്പ്പെടും. മുസ്ലിമും അമുസ്ലിമും കീഴ്പ്പെടും. മാത്രമല്ല മുസ്ലിം അല്ലാത്ത ഇതര സഹോദരന്മാർ അവരുടെ ജിസിയ ഇവർക്ക് നൽകും. ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കപ്പെടുന്നിടത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ജിസിയ, നികുതി. അത് മുസ്ലിം അല്ലാത്ത മറ്റു ആളുകൾക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിമർശനം ഉണ്ടാവാറുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന്റെ രാഷ്ട്ര സംവിധാനത്തിൽ മുസ്ലിമീങ്ങൾക്ക് രാജ്യസേവനം, സൈനിക സേവനം അനിവാര്യമാണ്. സമ്പത്തിന്റെ 2% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. പക്ഷെ ഇതൊന്നും ഇതര മതസ്ഥർക്ക് നിർബന്ധമില്ല. അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അവരെ കൂടി രാജ്യത്തിന്റെ ഭാഗമാക്കുന്നതിന്റെ ഭാഗമാണ് ജിസിയ എന്ന് പറയുന്നത്. അതടക്കം നൽകപ്പെടുന്ന തരത്തിൽ ലോകം മുഴുവൻ കീഴ്പ്പെടാൻ പറ്റുന്ന ഒരു കലിമയാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഏതാണ് ആ കലിമ? എന്താണ് ആ കലിമ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമയാണ്. നമുക്കൊക്കെ അറിയാവുന്ന, നമ്മളൊക്കെ ചൊല്ലാറുള്ള ഈ കലിമ ഉച്ചരിച്ചാൽ പരലോകത്ത് സ്വർഗം മാത്രമല്ല, ഇഹലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വപ്നം കണ്ട ഒരു നാട്, ഒരു രാജ്യം, ഒരു സംവിധാനം അത് സ്ഥാപിതമാകുമെന്ന പ്രതീക്ഷയാണ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുള്ളത് എന്ന് കാണാൻ പറ്റും. പരലോകത്ത് സ്വർഗം കിട്ടും, ഉറപ്പാ. അങ്ങനെ പറയുന്നുണ്ട്. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക, നിങ്ങൾ വിജയിക്കും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉള്ളിൽ തട്ടി പറയേണ്ടതുപോലെ പറഞ്ഞാൽ, പറയേണ്ടതനുസരിച്ച് പ്രവർത്തിച്ചാൽ, പ്രവർത്തിക്കേണ്ട രൂപത്തിൽ പ്രവർത്തിച്ച് സ്വപ്നം കണ്ടാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഈ ലോകത്തും പരലോകത്തും പ്രതിഫലം ഉണ്ടാകും. അല്ലാതെ അങ്ങനെ ആടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കിട്ടൂല. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് നാട്ടിൽ തറവാട്ടിൽ ചെന്ന സമയത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ, മഗ്‌രിബ് നിസ്കരിക്കാൻ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ട്. സ്ഥിരമായി കുറേ ആളുകൾ ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ടും. ടൗൺ ആയതുകൊണ്ട് നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. ഗ്രാമങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബസ് സ്റ്റോപ്പല്ല, ചെറിയ ഒരു അത്താണി പോലെ ഉണ്ടാക്കുന്ന സ്ത്രീകളൊക്കെ കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം. മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ ബസ്സൊന്നും ഉണ്ടാവില്ല നാട്ടിലേക്ക്. അപ്പോൾ അവിടെ കുറേ ചെറുപ്പക്കാരിരിക്കും. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ബന്ധപ്പെട്ട കൂട്ടുകാരന്മാരൊക്കെ ഞാൻ വിളിക്കും. ഒട്ടുമിക്ക കൂട്ടുകാരും നമ്മൾ വിളിച്ചാൽ വരും. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ചെറുപ്പത്തിലൊക്കെ ഒരുമിച്ച് കിടന്നും ഭക്ഷണം കഴിച്ചൊക്കെ ജീവിച്ചവനാണ്. ഞാൻ പറഞ്ഞു, മോനെ പോര്, നിസ്കരിക്കാൻ പോര്. നിസ്കരിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, തിരിച്ചു പോകുന്ന സമയത്തും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് അവനെ ഉപദേശിക്കണം തന്നെ തോന്നും. ഉപദേശം ആർക്കും ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഞാൻ അവനൊന്ന് വിളിച്ചിട്ട് കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെ അവിടെ ഇരുന്നാലോ, പള്ളി തൊട്ടടുത്തല്ലേ, മഗ്‌രിബ് നമസ്കാരം 3 റക്അത്താണ്, ആകെ നമുക്കുണ്ടാവുക 5 മിനിറ്റാണ്. എത്രങ്ങാനും സമയം ഈ സ്റ്റോപ്പിലിരുന്നിട്ട് മൊബൈലിൽ കളിക്കുന്നുണ്ട്. എത്രങ്ങാനും മക്കളുണ്ട്, എന്തെല്ലാം സ്വപ്നങ്ങളുണ്ട്. നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ പരിപാലിക്കുന്നതും നമ്മൾ അനുസരിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ നിയമങ്ങളാണല്ലോ. വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ എന്നോട് അവൻ പറഞ്ഞത്, നീ വലിയ ഉപദേശക്കാരനാണ്, നിങ്ങളെ ആൾക്കാരുടെ ഉപദേശത്തിന്റെ ആളുകളാണ്. എനിക്ക് 4 ആൺകുട്ടികളാണ്. ഞാൻ മരിച്ചാൽ എൻ്റെ ആൺകുട്ടികൾ എനിക്ക് വേണ്ടി 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്നെ സ്വർഗത്തിലെത്തിക്കും. എൻ്റെ കൂട്ടുകാരൻ്റെ പ്രതീക്ഷയാണ്. 4 ആൺകുട്ടികളാണ്, പെൺകുട്ടികളില്ല.
ഈ 4 ആൺകുട്ടികൾ കൂടിയിട്ട് 20,000-ഓ 18,000-ഓ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മരണശേഷം അതുവരെ ഇനി നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എനിക്ക് സ്വർഗം നേടാൻ പറ്റും എന്ന് ഉറച്ച് വിശ്വസിച്ച് പള്ളിയിലേക്ക് പോലും പോകാത്ത എത്രയോ സുഹൃത്തുക്കൾ നമുക്ക് കാണാൻ പറ്റും, നിസ്കരിക്കാത്ത ആളുകൾ. ഞാൻ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കുറെ നേട്ടങ്ങളുണ്ട്. പക്ഷെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥ പ്രതിനിധികളായിട്ട് മാറാൻ അള്ളാഹുവിന്റെ ഭൂമിയിൽ മനുഷ്യനെ പ്രതിനിധിയായി അള്ളാഹ് നിശ്ചയിച്ചു. എന്നിട്ട് അള്ളാഹു കാലാകാലങ്ങളിൽ മനുഷ്യന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് വിരുദ്ധമായി ജീവിച്ചപ്പോൾ പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരൊക്കെ നിരന്തരം പണിയെടുത്തും സേവനം ചെയ്തും ഉപദേശിച്ചും ചേർത്ത് പിടിച്ചും ആ കാലഘട്ടത്തിൽ എതിരാളികളുടെ എല്ലാ ആട്ടും തുപ്പും സഹിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംസ്ഥാപനത്തിന് വേണ്ടി പണിയെടുത്തു. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വന്ന് അവസാനം പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു. 40 വർഷം വരെ പ്രവാചകൻ അവർക്കിടയിൽ കണ്ണിലുണ്ണിയായി വളരെ സ്നേഹസമ്പന്നനായി അൽ അമീനായി ജീവിച്ചു. ഹിറാ ഗുഹയിൽ നിന്ന് ലഭിച്ച അള്ളാഹുവിന്റെ പ്രവാചകന്റെ ലഭിച്ച പ്രബോധനവുമായി സമൂഹ മധ്യത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ഇറങ്ങിയപ്പോ ആ പ്രവാചകൻ അവർക്ക് അന്യനായി, ആ പ്രവാചകനോട് വെറുപ്പായി, ആ പ്രവാചകൻ ഭ്രാന്തനായി, ആ പ്രവാചകൻ ബന്ധം മുറിക്കുന്നവനായി. മക്കയിൽ ജീവിച്ച പ്രവാചകന്റെ 13 വർഷക്കാലഘട്ടം എല്ലാവിധ പ്രയാസങ്ങളും ഉള്ളപ്പോൾ തന്നെ എല്ലാ നാട്ടുകാരും കുടുംബക്കാരും ആട്ടി അകറ്റുമ്പോൾ പോലും ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി എല്ലാ ആട്ടും തുപ്പും സഹിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ റസൂൽ ഉറച്ചു നിന്നു. പ്രവാചകന്റെ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പരമാധികാരിയായി കാണുക, അള്ളാഹുവിന്റെ അധികാരം, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുക, അത് കീഴ്പ്പെട്ട് ജീവിക്കുക, അതാണല്ലോ മുസ്ലിം. അതാണ് മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞത് കേൾക്കുക. ഈ ആര് പറഞ്ഞാലും അതിന്റെ മേലെ അള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അള്ള പറഞ്ഞതിന് മുൻഗണന കൊടുക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, അവനെ കീഴ്പ്പെടുക, അവൻ ആരാധനാ കർമ്മങ്ങൾ നടപ്പിക്കുക, എല്ലാവിധ നേർച്ചകളും പ്രാർത്ഥനകളും ഒക്കെ റബ്ബിന് കൊടുക്കുക. വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കുക, കുഴപ്പമില്ല. അള്ളാഹിനെ കൊണ്ട് കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ തരാന്നല്ല പറയാ. ഞങ്ങൾ എന്നോട് ചോദിക്കൂല, ഞങ്ങൾക്ക് വേറെ ആളുണ്ടെന്ന് നമ്മൾ പറയാം. എങ്ങനെയാണ് അത് ഒത്തുപോകുന്നത്? വേറെ ആരോട് ചോദിക്കേണ്ട കാര്യം നമുക്കില്ല. അള്ളാഹിനോട് ചോദിച്ചിട്ട് കിട്ടൂലെങ്കിൽ, അള്ളാഹിനോട് പറഞ്ഞിട്ട് നടക്കൂലെങ്കിൽ, അള്ളാഹിനോട് പറഞ്ഞിട്ട് ജീവിതം മാറ്റിപ്പണിയാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. അതിന്റെ ആവശ്യമില്ലെന്ന് അള്ളാഹുവും അവന്റെ പ്രവാചകന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ നിലകൊണ്ടാൽ അവന് രക്ഷ. അള്ളാഹുവിനെ മാത്രം അനുസരിച്ചും അവനോട് മാത്രം പ്രാർത്ഥിച്ചും അവന്റെ നിയമങ്ങൾ അംഗീകരിച്ചും അവന്റെ അധികാര പരിധിയിൽ മാന്യമായി ജീവിച്ചും മുന്നോട്ട് പോയവന് രക്ഷ, അല്ലാത്തവന് നരകത്തിലെ ശിക്ഷ എന്ന് മനസ്സിലാക്കുക. രാജാവിന്റെ ദീൻ എന്ന പദത്തിന് ഒരുപാട് ആശയങ്ങളുണ്ട്. ഒരാൾ അയാളുടെ ഇച്ഛയെ ദീനാക്കിയവൻ, ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ, അള്ളാഹുവിന്റെ നിയമം അപ്പുറത്തുണ്ടാവും. അയാൾ ഇഷ്ടമാണ് വലുത്, അയാൾക്ക് പാർട്ടിന്റെ ഇഷ്ടമാണ് വലുത്, അയാൾക്ക് അയാളുടെ സംഘടനയുടെ ഇഷ്ടമാണ് വലുത്, അയാൾക്ക് അയാളുടെ നാടിന്റെ ചുറ്റുപാടാണ് വലുത് എങ്കിൽ അയാളുടെ ദീനിലാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം രാജാവിന്റെ ദീനനുസരിച്ച് സഹോദരനെ പിടിച്ചു വെച്ചത് ഭൂഷണമല്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ദീനുൽ മലിക്, രാജാവിന്റെ ദീൻ ഒരാൾ അംഗീകരിക്കുക, രാജാവിന്റെ നിയമങ്ങൾ രാജ്യത്തിന്റെ നിയമമായി അയാൾ അമർത്തി പറയുക, അമർത്തി പറഞ്ഞ നിയമങ്ങൾ അംഗീകരിച്ച് ജീവിക്കുക. ഒരു മുസ്ലിമിന് ഇത് കഴിയില്ല. മുസ്ലിമിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്നതാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ഹുജറാത്തിൽ. നിങ്ങൾ നിങ്ങളുടെ ദീന് അള്ളാഹിനെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിന്റെ പഠനവും ആ ദീനിന്റെ സംസ്ഥാപനവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറുകൊണ്ടും വെട്ടേറ്റും പ്രയാസങ്ങൾ നേരിട്ടും കളിയാക്കൽ സഹിച്ചും അവിടെ സംസ്ഥാപിക്കാൻ വേണ്ടി നന്നായി പണിയെടുത്തു എന്നതാണ് മക്കയിലെ 13 വർഷക്കാലത്തെ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരലോക അജണ്ട ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയാം, നമുക്കൊക്കെ അറിയാം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരലോകത്തേക്കുള്ള അജണ്ട സ്വർഗമാണ് എന്നും സ്വർഗത്തിലെത്താനുള്ള പ്രവർത്തനം. അതേസമയം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഇവിടെ സംസ്ഥാപിക്കപ്പെടാനുള്ള അജണ്ടയുണ്ട് എന്ന വിഷയത്തിൽ ഒട്ടുമിക്ക മുസ്ലിമീങ്ങളും ശരിക്കു ബോധവാന്മാരല്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത. ഇഹലോകത്തെ അജണ്ടയോടൊപ്പം പരലോകത്തെ അജണ്ടയോടൊപ്പം ഇഹലോകത്ത് കൂടി സംസ്ഥാപിക്കപ്പെടേണ്ട അജണ്ടയെ കുറിച്ചുള്ള സന്ദേശമാണ് പ്രവാചകന്റെ ഹിജ്റയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്.
ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. എന്തിനാണ് അല്ലാഹു പ്രവാചകനെ നിയോഗിച്ചത് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് അർസല റസൂലഹു ബിൽ ഹുദാ. സന്മാർഗവുമായി നേർവഴിയുമായി അല്ലാഹു പ്രവാചകൻ നിയോഗിച്ചത് എന്തിനാ? ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി. എല്ലാവിധ ദീനിൽ നിന്നും അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽഹാറിന് വേണ്ടി. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ വിജയിക്കണം. മനുഷ്യരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കല്ല, കുടുംബപരമായ താല്പര്യങ്ങൾക്കല്ല, തറവാടിന്റെ താല്പര്യങ്ങൾക്കല്ല, രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്ത് അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക്, അള്ളാഹുവിന്റെ ദീനിന് വിജയമുണ്ടാവണം, ഇൽഹാറുണ്ടാവണം എന്നതാണ് നാട്ടാചാരത്തിന്റെയോ നാട്ടുരാജാക്കന്മാരുടെയോ വേറെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നേതൃത്വത്തിന്റെയോ തീരുമാനങ്ങളല്ല ഇവിടെ നടപ്പിലാവേണ്ടത് എന്നതാണ് ഒന്നാമത്തെ പ്രവാചക നിയോഗത്തിന്റെ ലക്ഷ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മൾ നെഞ്ചിൽ താലോലം പോലെ കൊണ്ടു നടന്ന് നെഞ്ചേറ്റി നടക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. രക്തം നൽകിയും നമ്മുടെ ജീവിതം തന്നെ സമർപ്പിച്ചും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആ ആഗ്രഹങ്ങൾക്കപ്പുറം അത് പറ്റും. ആ ആഗ്രഹങ്ങൾ പക്ഷേ അള്ളാഹുവിന്റെ ദീനിനെ ഒത്തുവരുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നടക്കും. രണ്ടാമത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആയത്ത്, ഹിജ്റയുമായി ബന്ധപ്പെട്ട ആയത്ത് പറയുന്നിടത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച അത് ഉദ്ധരിച്ചിരുന്നു. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസ്റഹുല്ലാഹ്. അങ്ങനെ അവർക്ക് ഈ സൗർ ഗുഹയിൽ എത്തിപ്പെട്ട സമയത്ത് റസൂലുള്ള പറയുന്നതായിട്ട് ഖുർആൻ പറയുന്നത്, അങ്ങനെ നിങ്ങൾ അവരെ സഹായിക്കാത്ത സമയത്ത് ഞാൻ ആ പ്രവാചകനെ സഹായിച്ചിട്ടുണ്ട്, സഹായിക്കും. എത്ര പ്രയാസപ്പെട്ടാലും സഹായിക്കും. എന്തിനാണെന്നറിയോ? വജഅല കലിമത്തുല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി അൽ ഉൽയാ. നിഷേധികളായ ആളുകളുടെ കലിമത്തിനെ താഴ്ത്താൻ, ഇല്ലായ്മ ചെയ്യാൻ, അള്ളാഹുവിന്റെ കലിമത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പ്രവാചകൻ മുന്നോട്ട് വെച്ച ദൗത്യത്തെ, ആ ദൗത്യം ഏറ്റെടുത്തു കൊണ്ടുപോകുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ പ്രസ്ഥാനങ്ങളെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. കാരണം അള്ളാഹുവിന്റെ ദീനിന്റെ കലിമത്ത് ഇവിടെ ഉയർന്നു നിൽക്കണമെന്നതാണ്. മറ്റൊരായത്തുള്ളത് അഖീമുദ്ദീന ഫലാ തതഫറഖൂ ഫീഹി. സൂറത്ത് ശൂറയിലെ മറ്റൊരു പ്രയോഗമുള്ളത് ദീനിന്റെ യഥാർത്ഥത്തിലുള്ള സംസ്ഥാപനം. ഈ മൂന്ന് പ്രയോഗങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രവാചക ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, മക്കയിൽ ജീവിച്ച 13 വർഷവും മദീനയിൽ ജീവിച്ച 10 വർഷവും 23 വർഷം എന്നുള്ളത് പ്രവാചകന്റെ മനസ്സിൽ അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പ്രവർത്തിച്ചു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ പറയണം? അല്ലാഹു നബിക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചു. ആ ദൗത്യം സ്വർഗവുമായി ബന്ധപ്പെട്ട ഒരു പരലോകവുമായി ബന്ധപ്പെട്ട ലക്ഷ്യമാണ്. പക്ഷെ നബി എന്ത് ചെയ്തു? മദീനയിൽ ജീവിച്ച് 13 കൊല്ലം കഴിഞ്ഞിട്ട് അവിടുന്ന് നാടൊക്കെ വിട്ട് മറ്റൊരു നാട്ടിൽ പോയി. നബി അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു, അതിൽ വെള്ളം ചേർത്തു. എന്നിട്ട് നബിയുടെ രീതിയിൽ ഒരു ഭരണമൊക്കെ സ്ഥാപിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോയി എന്ന് നമ്മൾ പറയേണ്ടി വരും. നഊദുബില്ല, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ മുഹമ്മദ് നബി എന്ന സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നതിന് മുമ്പ് അസാധാരണത്വമുള്ള വഹയിന്റെ പിൻബലമുള്ള മഹാനായ പ്രവാചകൻ, ജനിക്കുന്നത് മുതലുള്ള 40 വർഷം വരെയുള്ള സത്യസന്ധമായ ജീവിതം, അതിനുശേഷമുള്ള 13 വർഷക്കാലത്തെ പ്രയാസം നിറഞ്ഞ ജീവിതം, അതിനുശേഷമുള്ള മദീനയിലേക്കുള്ള യാത്ര അടക്കമുള്ള ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനമാണ് എന്ന് നമുക്ക് പ്രവാചകന്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനെ വിസ്മരിച്ചുകൊണ്ട് 13 വർഷക്കാലത്തെ പീഡന കാലഘട്ടം വിസ്മരിച്ചുകൊണ്ട് അതിനുശേഷമുള്ള 10 വർഷക്കാലത്തെ ഭരണ സംവിധാനത്തിൽ ഭരണാധികാരിയാകുന്നതും അതിൻ്റെ ഇടക്കുള്ള എല്ലാ നടപടിക്രമങ്ങളും, ഇടക്ക് നബിയും കുറച്ച് ആളുകളെ എത്യോപ്യയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അവിടെ താൻ ആഗ്രഹിച്ച തരത്തിലുള്ള ഇഖാമത്ത് നടക്കുകയില്ല എന്നുകൂടി തോന്നിയത് കൊണ്ട് പിന്നീട് ത്വായിഫിലേക്ക് പോകുന്നതുണ്ട്. ത്വായിഫിലും അതുപോലെ തന്നെ അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മക്കയെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് വിശ്വസിക്കാവുന്നതിന്റെ പരമാവധി ആളുകൾ വിശ്വസിച്ചു. ഇനി ഇവിടുന്ന് ഒരു മനുഷ്യനും കിട്ടൂല. ഈ കിട്ടിയ ആളുകളെ കൊണ്ട് ഇവിടെ ഒരു സംവിധാനം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ ലോകത്ത് സ്ഥാപിക്കപ്പെടേണ്ട സംവിധാനം ആവുകയില്ല എന്നുകൂടി തോന്നിയപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പിന്നീട് ഇതിനെ കൂടി ഉൾപ്പെടുത്തി, ഇവിടെയുള്ള ആളുകളുണ്ടല്ലോ അവരോട് പറയണല്ലോ, അല്ലെങ്കിൽ അവരുമായി ഒരു പോരാട്ടം നടത്തണമല്ലോ. ആ പോരാട്ടം നടത്തണമെങ്കിൽ ഒരു നേതൃത്വം വേണമല്ലോ. ആ നേതൃത്വത്തിനൊരു സംവിധാനം വേണ്ടല്ലോ. ആ സംവിധാനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന ആലോചനയിൽ നിന്നാണ് പിന്നീട് 12-ാം വർഷവും 13-ാം വർഷവും ഒക്കെ യസ്രിബിൽ നിന്ന് വരുന്ന അഖബ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട നിവേദക സംഘങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകുന്നത്.
അപ്പം ആദ്യം അവിടുന്ന് വരുന്ന 12 ആളുകൾ നബിയെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പം നബി അതിന് തയ്യാറായിട്ടില്ല. പക്ഷെ അവർ നബിയുമായി അഖബയിൽ വെച്ചിട്ട് ഒരു കരാറുണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. തിരിച്ചു പോകുമ്പോൾ അവരെ കൂടെ നബി ഒരാളെ മുസ്അബ് ഇബ്നു ഉമൈറിനെ പറഞ്ഞയക്കുന്നുണ്ട്. അതും ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. പിന്നീട് 72ഓളം ആളുകൾ ഇവിടെ വന്നിട്ട് നബിയെയും കൂട്ടരെയും കുറച്ചുകൂടി ഹൃദ്യമായി സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ വരും, നമ്മുടെ നാട്ടിലേക്ക് വരും, അവിടെ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. അതിനുശേഷമാണ് റസൂലുള്ളയും സഹാബത്തും കൂടി മക്കയിൽ നിന്ന് എല്ലാം വിട്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. ഹിജറ സമയത്ത് അബൂബക്കർ സിദ്ദീഖിനെ പോകാൻ അനുവദിക്കാതിരുന്നതും, പ്രവാചകന്റെ വിരിപ്പിൽ അലി ബിൻ അബീ ത്വാലിബ് കിടത്തിയതും, കാൽപ്പാടുകൾ മായ്ക്കാൻ വേണ്ടി ആമിർ ബിൻ ഫുഹൈറിന്റെ ആട്ടിടയനെ ഏൽപ്പിച്ചതും, വഴി കാണിക്കാൻ വേണ്ടി മുസ്ലിം അല്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിനെ ആസൂത്രണം ചെയ്തതും, ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ അസ്മ ബി റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചതും, ആളുകളും ശത്രുക്കളും അന്വേഷിച്ച് വരുമ്പോ 2 ആള് കിടക്കുന്നുണ്ട് തോന്നാൻ വേണ്ടി അലി ബിൻ അബീ ത്വാലിബിനെ 2 ആളെ പോലെ കിടത്തിയതും, അമാനത്തുകളൊക്കെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതും അടക്കം പ്രവാചകന്റെ ഓരോ കാര്യങ്ങളും ഇതൊക്കെ എന്തിനായിരിക്കും? എന്തിനാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ചത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്? ഒരു ഘട്ടത്തിൽ നബി എന്ത് ചെയ്താൽ മതിയായിരുന്നു? ശത്രുക്കളെ ആക്രമണങ്ങളൊക്കെ ഒന്ന് ഒതുക്കി അവിടെ തന്നെ നിസ്കരിച്ച് നോമ്പെടുത്ത് തസ്ബീഹൊക്കെ ചൊല്ലി ജീവിച്ചിരുന്നെങ്കിൽ ഏറ്റവും നല്ല ആത്മീയതയുടെ വലിയ ഒരു പ്രതിരൂപമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മാറുമായിരുന്നു. ചന്തയിലേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല, ആളുകൾ ഉപദേശിക്കേണ്ട കാര്യമില്ല, സഫാമലയുടെ മുകളിൽ പോകേണ്ട കാര്യമില്ല, ത്വായിഫിൽ പോയി കല്ലേറ് കൊള്ളേണ്ട കാര്യമില്ല. അങ്ങനെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് പിന്നീട് മദീനയിലേക്ക് വരുമ്പോഴോ അവിടെയും പ്രതിസന്ധിയാണ്. ബദർ യുദ്ധം നടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഉഹദ് എന്തിനുണ്ടായത്? ഖന്തഖ് എന്തിനുണ്ടായത്? അങ്ങനെ യുദ്ധങ്ങളിലൂടെ ഇസ്ലാമിന്റെ നിലനിൽപ്പ്, നാം ഇവിടെ ആഗ്രഹിക്കുന്ന ഇസ്ലാമിക ഭരണ സംവിധാനം നിലനിർത്താൻ ആവശ്യമായ പോരാട്ടങ്ങൾ നിരന്തരം നടത്തുകയാണ്. പിന്നീട് പ്രവാചകൻ മക്ക വിജയത്തിലേക്ക്, മക്ക ഫതഹിലേക്ക് വരുമ്പോൾ എല്ലാം കഴിഞ്ഞ് ഇസ്ലാമിന്റെ അനുകൂലമായി വരുന്ന മുഴുവൻ മനുഷ്യരെയും ഈ ജസീറത്തുൽ അറബിന്റെ ഭാഗമാക്കിയ പ്രവാചകൻ ഇസ്ലാമിന്റെ ശത്രുക്കളെ തുടച്ചു നീക്കാൻ ആവശ്യമായ പോരാട്ടങ്ങൾ നടത്തുകയും അവരെ ഇല്ലായ്മ ചെയ്യുകയും അവർ സ്ഥാപിച്ച മുഴുവൻ വിഗ്രഹങ്ങളും കഅബയുടെ അകത്ത് നിന്നും പുറത്തു കളഞ്ഞ് പ്രവാചകൻ വീണ്ടും മദീനയിലേക്ക് തിരിച്ചു പോകുന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ലക്ഷ്യബോധമാണ്. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ ദൗത്യം ഹജ്ജത്തുൽ വദാഇൽ സ്വഹാബത്തിനെ ഏൽപ്പിച്ച് ആ സ്വഹാബത്ത് പകർന്നു തന്ന സന്ദേശവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്, നമുക്കും അങ്ങനെ ലക്ഷ്യമുണ്ട്, നമ്മുടെ മനസ്സിലും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാവേണ്ടതുണ്ട്. ആ അർത്ഥത്തിലുള്ള രാജ്യത്തിന് വേണ്ടി, ആ അർത്ഥത്തിലുള്ള സംവിധാനത്തിന് വേണ്ടി, ആ അർത്ഥത്തിലുള്ള വ്യക്തിയാണ് ആദ്യം രൂപപ്പെടേണ്ടത്. ആ തരത്തിൽ ചിന്തിക്കുന്ന കുടുംബം രൂപപ്പെടണം, ആ തരത്തിൽ ജീവിക്കുന്ന മഹലുകൾ രൂപപ്പെടണം. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനം നടക്കണം, ഇസ്ലാമിന് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കണം, ഇസ്ലാമികമായ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാവണം, ഇസ്ലാമിക നിയമങ്ങൾ മുമ്പിൽ വരണം. കുറേ പ്രശ്നങ്ങൾ വരുമ്പോഴും അള്ളാഹ് എന്താ പറഞ്ഞ്, റസൂൽ എന്താ ആവശ്യത്തിൽ പറഞ്ഞത്? അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവന്റെ ജീവിതവും അവന്റെ ബുദ്ധിയും അവന്റെ കഴിവും അവന്റെ സ്വപ്നങ്ങളും അവന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളും ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ചില ആൾക്കാർ പറയില്ലേ, ഇയാൾ ചെല്ലേ, അവിടെ ചെന്നിട്ട് അങ്ങനെ പറഞ്ഞു നോക്ക്, അപ്പൊ നടക്കൂലെങ്കിൽ ചിന്നെ വിളിക്കും. ഗൾഫിലൊക്കെ അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് നടക്കും. അത് സ്വാധീനമാണ്. അങ്ങനെയുള്ള സ്വാധീനങ്ങളടക്കം സോഷ്യൽ മീഡിയയിലുമൊക്കെ നമുക്ക് പറ്റുന്നിടത്തൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനം, അള്ളാഹുവിന്റെ കെലിമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽഹാറിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുക എന്നതാണ്. ഓരോരുത്തരുടെ കഴിവും അവരുടെ സമ്പത്തും അവരുടെ മറ്റു സംഗതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. ആവുന്നതിന്റെ പരമാവധി, അല്ലാതെ ഇവിടെ ഇങ്ങനെ ജീവിച്ച് കുറെ കാലം ജീവിച്ച് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായി, നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു, അവിടെ കുട്ടി ഉണ്ടായപ്പോൾ ഒരു തൊട്ടി ഉണ്ടാക്കി, ആ തൊട്ടിയിൽ കുട്ടിനെ ആട്ടി, അങ്ങനെ ആ തണുപ്പിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു കേവല മനുഷ്യനാവാനല്ല ഇസ്ലാമിക സമൂഹം മുസ്ലിമിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ആവശ്യപ്പെടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഹിജ്റയുടെ ആസൂത്രണമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ്. അത് ഓർക്കാൻ നമുക്ക് സാധിക്കുക, അതോർത്ത് ജീവിക്കാൻ കഴിയുക. നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ അവരെക്കുറിച്ച് നമുക്ക് അത്തരത്തിലൊരു സ്വപ്നം ഉണ്ടാവണം.
അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ടാണ് അപ്പോഴേ നമ്മളെ കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ, അപ്പോഴേ നമുക്ക് പരാതിയില്ലാതിരിക്കുള്ളൂ. വാപ്പ ജീവിക്കുന്നത് മകന് വേണ്ടി മാത്രമല്ല എന്ന് മകന് തോന്നണം. മകൻ ജീവിക്കുന്നത് വാപ്പാക്കും മാക്കും വേണ്ടി മാത്രമല്ല എന്ന് തോന്നണം. ഭാര്യയുടെ ജീവിതം ഭർത്താവിന് വേണ്ടി മാത്രമല്ല, ഭർത്താവിന്റെ ജീവിതം ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ല. എല്ലാത്തിനും ഉപരി ഈ ലോകത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ കലിമത്ത് ഉയർന്നു വരണം. അതിന് ഞാൻ എങ്ങനെ പെരുമാറണം, അതിന് ഞാൻ എങ്ങനെ സ്നേഹിക്കണം, അതിന് ഞാൻ എങ്ങനെ അനുസരണ കാണിക്കണം, അതിന് ഞാൻ എങ്ങനെ ഭക്ഷണം കൊടുക്കണം, അതിന് ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കണം, അതിന് ഞാൻ എങ്ങനെ എൻ്റെ സ്വഭാവ രൂപീകരണം നടത്തണം, അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദീനുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുക. അപ്പൊ അവിടെ ദീനിന്റെ ഇഖാമത്ത് സാധ്യമാകും, ആ വീട്ടിൽ ദീനിന്റെ ഇഖാമത്ത് സാധ്യമാവും, ആ നാട്ടിലത് സാധ്യമാകും, ആ മഹലിൽ സാധ്യമാവും. അങ്ങനെ ചെയ്യാവുന്നതിന്റെ പരമാവധി സാധ്യതയനുസരിച്ച് ഇസ്ലാമിന് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ നമുക്കൊക്കെ വലിയ ബാധ്യതയുണ്ട് എന്നതാണ് ഹിജ്റ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ആ തരത്തിൽ ജീവിക്കുവാൻ, ആ തരത്തിൽ ചിന്തിക്കുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കൊണ്ട് മുത്തഖിയായി ജീവിക്കാൻ എന്നോട് നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെല്ലാവരെയും അവന്റെ യഥാർത്ഥ മുത്തഖിങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, ദൗത്യ നിർവഹണത്തിൽ മുന്നോട്ട് പോകുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 3 ചെറുപ്പക്കാര് ഗുഹയിലാക്കപ്പെട്ട ഒരു സംഭവം നമ്മൾ നേരത്തെയൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ സങ്കീർണമായ യാത്രക്കിടയിലാണ് അവരാ ഗുഹയിൽ പെടുന്നത്. ശക്തമായ മഴയും കാറ്റും ഒക്കെ വന്നപ്പോൾ മറ്റപകടങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുഹയിൽ പോകുന്നത്. വലിയൊരു പാറ വന്നിട്ട് ആ ഗുഹാമുഖത്ത് അടഞ്ഞു. അവർ 3 പേരും കഠിനമായി തള്ളി നോക്കി, വലിയ രീതിയിൽ തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ചു. ഫഖാലു, അപ്പൊ അവർ പറഞ്ഞു, ഇന്നഹു ലാ യുൻജിക്കും മിൻ ഹാദിഹി സ്വഖറ, ഈ ഗുഹയിൽ നമ്മൾ രക്ഷപ്പെടില്ല കേട്ടോ, ഇതിൽ നമ്മൾ രക്ഷപ്പെടില്ല. ഇല്ല അൻ തദ്ഉല്ലാഹ ബിസ്വാലിഹി അഅമാലിക്കും, നമ്മൾ നമ്മുടെ റബ്ബിന് വേണ്ടി ചെയ്ത സ്വാലിഹായ കർമ്മങ്ങൾ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്നവർ കാണുകയാണ്. ഞാൻ ചെറിയൊരു ആമുഖം പറഞ്ഞതാണ്. അർജുൻ എന്നൊരു ചെറുപ്പക്കാരന് വേണ്ടി നാടും നഗരവും സംവിധാനങ്ങളും ഇന്ന് 11ാം ദിവസമാണ്. വെറുതെ ഇരുന്ന് ആലോചിച്ച് നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും. വളരെ സുരക്ഷിത സ്വഭാവത്തിലുള്ള വണ്ടിയാണ്. അന്ന് ആദ്യമായി ആ ജോലിക്ക് പോകുന്നവനല്ല, ധാരാളം അത്തരം പ്രവർത്തനം നടത്തിയ ഒരാൾ പെടുന്നതിന് ഒരു ദുരന്തത്തിൽ പെടുകയാണ്. വെള്ളത്തിലൂടെ ഒലിച്ചു പോയിരിക്കുകയാണോ, മണ്ണിൻ്റെ അടിയിലാണോ, അതിൻ്റെ ഇടയ്ക്ക് ഫോൺ ചെയ്തെന്ന് പറയുന്നു, സിഗ്നൽ കിട്ടിയെന്ന് പറയുന്നു. അതിൻ്റെ ഗ്ലാസ് പൊക്കിയിട്ട് അതിലിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ. അങ്ങനെയാണ് നമ്മളൊക്കെ ചിലപ്പോൾ ദുർബലമായി പോകുന്ന, അങ്ങേയറ്റം ദുർബലമായി പോകുന്ന നിമിഷങ്ങളുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന. കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രിയിൽ ലിഫ്റ്റിൽ കുടുങ്ങിയ ഒരാൾ 2 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ, ഇത്രയൊക്കെ സംവിധാനങ്ങളുള്ള, ഇത്രയൊക്കെ സിസ്റ്റമുള്ള ഒരു നാട്ടിൽ, വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയിൽ, ധാരാളം ഡോക്ടർമാരും ആയിരക്കണക്കിന് രോഗികളുമുള്ള ഇഷ്ടംപോലെ സംവിധാനമുള്ള ഒരു സ്ഥലത്ത് ഒരു ലിഫ്റ്റിൽ ഒരാൾ കൊടുങ്ങൻ 2 ദിവസം. എന്തോ അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് പിന്നെ ആരോ അത് കണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് അനുഭവം പറയാനുണ്ടായി. ഞാൻ പറയുന്നത്, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഏത് സമയത്തും നമുക്ക് അപ്രതീക്ഷിതമാണ്. വണ്ടിമേലൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നും ഇല്ലല്ല ഇടിക്കൊന്നുമില്ല, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ. ഇപ്പം ഈ CCTV ഒക്കെ വന്നതിന് ശേഷം ധാരാളം ആക്സിഡന്റുകൾ കാണുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് അപകടങ്ങൾ ഉണ്ടാവുക. മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടല്ലല്ലോ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയൊക്കെ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3 ചെറുപ്പക്കാര് അവര് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുകയാണ്. അതിലൊരാൾ പറയുന്നത് മാതാപിതാക്കളെ പറ്റിയാണ്. വളരെ വലിയ പാഠം. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ മറ്റൊരു ഖുത്ബയിൽ പറയാം. ഞാൻ എൻ്റെ ഉമ്മാനിപ്പാനി വല്ലാതെ സ്നേഹിച്ചിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ ഭക്ഷണം കൊടുക്കും, അവർ തിന്നിട്ട് ഞങ്ങൾ തിന്നോളൂ. അതുകൊണ്ട് പടച്ചവൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഞാൻ ആരുടെയും നന്ദി പ്രതീക്ഷിച്ചിട്ടല്ല, ആരെങ്കിലും എനിക്ക് അവാർഡ് തരും വിചാരിച്ചിട്ടല്ല, എൻ്റെ സ്വന്തം ഉമ്മയിപ്പയാണ്. അത് നീ സ്വീകരിക്കുകയാണെങ്കിൽ അപ്പം ഈ പാറ കുറച്ച് ഇളകിയെന്നാണ്. രണ്ടാമത്തെ ആൾ ജോലിക്കാരുമായി ബന്ധപ്പെട്ട്, അവകാശവുമായി ബന്ധപ്പെട്ട് പറയുന്ന കഥയാണ്. കഥ പറയുന്ന നേരമല്ല, രണ്ടാമത്തെ ഖുത്ബയിൽ നമ്മൾ അധികം നീട്ടി പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ വീണ്ടും നനങ്ങി. മൂന്നാമത്തെ ആൾ സദാചാര വിശുദ്ധിയുമായി ബന്ധപ്പെട്ട്, ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് തനിക്ക് എല്ലാ അർത്ഥത്തിലും അവളുമായി വീഴ്ച നടത്താൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും എത്തത്തില്ല എന്ന് ആ കുട്ടി എൻ്റെ മുഖത്ത് നോക്കി
എന്നെ നീ നശിപ്പിക്കല്ലേ, നീ നിന്റെ റബ്ബിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനതൊന്ന് പിന്മാറി. എനിക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാമായിരുന്നു, പക്ഷെ ഞാനത് പിന്മാറി. എൻ്റെ റബ്ബ് കാണുമല്ലോ എന്ന ബോധം. അങ്ങനെയാണ് ആ പാറ ഒഴിവാകുന്നതെന്നാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് എൻ്റെ സഹോദരന്മാരോട് പറയുള്ളത്, എന്ത് ദുരന്തത്തിൽപ്പെട്ടാലും എവിടെ പെട്ടാലും എങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും രക്തസാക്ഷിയായി റബ്ബിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റണമെങ്കിൽ മാനസികമായി നമ്മൾ അത്തരത്തിൽ ചില നന്മകളും പ്രാർത്ഥന ചൊല്ലിയിട്ടും ആ ബോധത്തോടു കൂടിയും എവിടെ എന്ത് കൊടുക്കപ്പെട്ടാലും എൻ്റെ റബ്ബിനോട് ഒരു താല്പര്യവുമില്ലാതെ ഞാൻ ചെയ്ത നല്ല ഒരു കർമ്മമെങ്കിലും നമുക്കുണ്ടാവണം. നമ്മളെ കർമ്മമൊക്കെ ഒരു സൈസ് കാട്ടിക്കൂട്ടലാണ്. ഒരു തരം നിസ്കാരം എപ്പോഴെങ്കിലൊക്കെ വരിക, ഖുതുബ കഴിഞ്ഞിട്ടെത്തിയാൽ മതി എന്ന് തോന്നുക, ഇത് കഴിഞ്ഞതിന് മുമ്പ് തന്നെ നീച്ചു പോകണമെന്ന് തോന്നുക, ഒരു ദിക്റും തസ്ബീഹും പോലെ ഇരുന്ന് ചെല്ലാൻ പറ്റാതിരിക്കുക, എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആളുകളെ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം തോന്നുക, ആളുകൾ നന്ദി പറയണം തോന്നുക. അങ്ങനെ എന്ത് കാര്യവും ഇവിടുത്തെ ഒരു നേട്ടത്തിന് വേണ്ടി, ഇവിടുത്തെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. നമ്മളത് മാറ്റണം. നമ്മൾ അതിലൊന്നും ഉണ്ടാവില്ല. പിന്നെ അവസാനം ഒരാളോട് ചിരിക്കുന്നത് പോലും, ഒരു സലാം പറയുന്നത് പോലും വേറെന്തെങ്കിലും താല്പര്യം ഉണ്ടാകുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു തരം വളരെ മോശപ്പെട്ട സമീപനത്തിലേക്ക് പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ആരും അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക. മറ്റുള്ള ആളുകൾക്ക് ബാങ്കിൽ ബാലൻസ് വർദ്ധിപ്പിക്കുമ്പോൾ അള്ളാഹിന്റെ ബാങ്കിൽ ബാലൻസ് വർദ്ധിപ്പിക്കാനുള്ള നല്ല കർമ്മങ്ങൾ. ഹിജ്റയുമായി ബന്ധപ്പെട്ട് ആയിഷ ബീവിന്റെ അനുജത്തി അസ്മ ബീവി ഭക്ഷണം കൊണ്ടുപോകുന്ന പാത്രം അരപ്പട്ട കൊണ്ട് വലിച്ചേറി കെട്ടിയൊരു സംഭവമുണ്ട്. മറ്റു വാക്കിൽ പറഞ്ഞാൽ അത്രയൊരു സംഭവമൊന്നുമല്ല. ഇത് ഡിസോർഡർ ആയ സമയത്ത് അത് കെട്ടാൻ വേണ്ടി ഒരു തുണി വലിച്ചു കയറി. പക്ഷെ നാളെ പരലോകത്ത് ദാത്തുൻ നിത്താഖൈൻ, ഇരട്ട അരപ്പട്ടക്കാരി എന്ന പേരിൽ അസ്മാന്ന് പോലും വിളിക്കാതെ അവിടെ അള്ളാഹു സ്വീകരിക്കും. എന്താ അറിയോ? ഒരു സങ്കീർണമായ ഘട്ടത്തിൽ ചെയ്ത വലിയ ഒരു നന്മ അള്ളാഹു, ചെറിയൊരു നന്മ പോലും വലിയൊരു കാര്യമായി അള്ളാഹു പരിഗണിക്കുന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അർജുൻ്റെ വിഷയത്തിൽ അടക്കം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അർജുനോടൊപ്പം തന്നെ അവിടെ ആൾക്കാർക്ക് വെള്ളം കൊടുത്ത, പിന്നെ അതേപോലെ തന്നെ ആളുകളെയൊക്കെ സംരക്ഷിച്ച ഒരു കുടുംബം തന്നെ ഇല്ലാതെയായിട്ട് 3 ആളുകൾ. അവരെ പേരാർക്കെങ്കിലും അറിയോ? അവരെ പറ്റി ആരെങ്കിലും പറയുന്നുണ്ടോ? അവർക്ക് വേണ്ടി ചാനലുകാർ സംസാരിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി പത്രങ്ങളിലുള്ള റിപ്പോർട്ടുണ്ടോ? എന്താണ് നമ്മുടെ നാട് ഇങ്ങനെയായി പോയതെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഒരു കുട്ടിയെ കഴിഞ്ഞ 2-3 മാസം മുമ്പ് തട്ടിക്കൊണ്ടുപോയി. പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോലീസ് ഒക്കെ സംവിധാനമൊക്കെ ഉണ്ടാക്കി കൊല്ലം ഒരു ഗ്രൗണ്ടിൽ ആ കുട്ടിയെ വിട്ടുപോകുമ്പോളം ആ കുട്ടിക്ക് വേണ്ടി നമ്മുടെ നാടും നഗരവും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും എല്ലാവരും ഒന്നിച്ചൊരേ മനസ്സിൽ വലിയ കാര്യം തന്നെയാണ്. മലയാളികളുടെ നന്മ തന്നെയാണ്. തൊട്ടപ്പുറത്ത് ഫലസ്തീനിൽ ഇന്ന് വന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു പള്ളിയിൽ ബോംബിട്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ കിടന്ന് മരണപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊന്ന് നെഞ്ചു പിടക്കുന്നുണ്ടോ? നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ? നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി ആ സമയത്ത് പോലും ആ വീഡിയോയിലുണ്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എന്താണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത്? എങ്ങനെയാണ് ഈ ഇരട്ടത്താപ്പ് നമുക്കിടയിൽ വരുന്നത്? അപ്പൊ ഞാൻ പറയുന്നത്, ഇത്തരം മാനുഷികമായ സ്നേഹവും കാരുണ്യവും പ്രാർത്ഥനയും, ഉസ്താദിന്റെ പ്രാർത്ഥനയൊക്കെ കേട്ടു, വലിയ പ്രാർത്ഥനയ്ക്ക് അർജുന് വേണ്ടിയുള്ള വേണ്ടതാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. ഒപ്പം നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അർഹതയുള്ള പലരും നമ്മുടെ കൺമുമ്പിലൂടെ ഉണ്ടായിട്ടും പരിഗണിക്കാതെ പോകുന്നത് വിശ്വാസപരമായ ഒരു കുറവാണ് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ പ്രാർത്ഥനയിൽ വരേണ്ടതുണ്ട്. അത്തരം ചില ചിന്തകൾ കൂടി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, എല്ലാവിധ ദുരന്തങ്ങളും രക്ഷപ്പെടാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളും പടച്ചവനെ ഞങ്ങൾക്ക് ഒരുപാട് സംഭവിക്കുന്നുണ്ട്. വിട്ടുപുറത്ത് മാപ്പാക്കി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാടും നഗരവും ഒക്കെ പല രീതിയിൽ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പടച്ചവനെ നീ അവർക്കെല്ലാം സമാധാനമാകുന്ന ഒരു റിസൾട്ട് നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഏതെങ്കിലും അർത്ഥത്തിൽ ദുരന്തത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ നീ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നന്മയുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തി ഞങ്ങളെ നീ പ്രത്യേകം പരിഗണിക്കണമേ റഹ്മാനായ റബ്ബേ. എല്ലാ അർത്ഥത്തിലും നിന്റെ ദീനിന്റെ മാർഗത്തിൽ ദൗത്യമുള്ള സമുദായമായി മാറാൻ, നന്മയുള്ള ചെയ്യുന്ന നന്മകൾ ആത്മാർത്ഥമായി ചെയ്യുന്നവരിൽ, ആത്മാർത്ഥമായി നിർവഹിക്കുന്നവരിൽ, ഖുശൂഉള്ളവരിൽ, ഭക്തിയുള്ളവരിൽ, തഖ്വയുള്ളവരിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാദാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. اللهم اجعل يومنا خيرا من أمسنا واجعل غدنا خيرا من يومنا
ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية مرامنا ولا إلى النار مصيرنا. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم إنا نسألك حبك وحب من يحبك وكل عمل يقربنا إلى حبك. اللهم من نصر دين نبينا محمد صلى الله عليه وسلم اللهم اجعلنا منهم، وخذ من خذل دين نبينا محمد صلى الله عليه وسلم لا تجعلنا منهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أقم الصلاة.